ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്, അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, എന്താണ് അവരിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഏറ്റവും ചെറിയ ഒരു രീതിയിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്നും പറയാതെ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നതും അവിടെയും ഒരു ചീറ്റിംഗ് ആണ്. അല്ലെങ്കിൽ വലിയ തോതിൽ നമ്മളെ തകർത്തെറിഞ്ഞിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ചീറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ എങ്ങനെയുള്ള എനർജിയാണ് വരുന്നത്, അത് നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ പേഴ്സൺ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാണോ എന്നുള്ളത് നോക്കി ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഏജിന് കുറവാണെന്നുണ്ടെങ്കിൽ പോലും ലൈഫിൽ വളരെയധികം ഒരു മെച്യൂർഡായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഭൂരിഭാഗം വ്യക്തികൾക്കും ഈ ഒരു പേഴ്സൺ ഫാമിലിയുള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആ ഒരു രീതിയിലാവാം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടാവും എന്ന് കരുതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ പോയിരിക്കുന്നത് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കുമാണ്. അപ്പോൾ കറൻലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരുപാട് ടെൻഷൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ. തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും, ഇന്ന ഒരു കാര്യം എന്ന് മാത്രം പർട്ടിക്കുലർ നമുക്ക് പറയാൻ സാധിക്കില്ല. അവരുടെ ലൈഫിലെ പല മേഖലയിലും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഞാൻ അവിടെ ആദ്യം പറഞ്ഞു, അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണ് ആ ഒരു പേഴ്സൺ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെക്കാൾ ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തുടരുന്നതിനേക്കാൾ ബെറ്റർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എന്ന് കരുതിയിട്ട് തന്നെ പോയിട്ടുള്ള വ്യക്തിയാണ് അവർ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മറ്റു വ്യക്തികളോ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയത്ത് നിങ്ങളെക്കാൾ ബെറ്റർ അത് തന്നെയാണ് എന്ന് മനസ്സിൽ കണ്ടിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു സേഫ് സോൺ നോക്കി പോയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഈഗോ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അതിപ്പോൾ ഫീമെയിൽ ആയാലും മെയിൽ ആയാലും അവർക്ക് അവരുടെ ഒരു ഈഗോ ഹേർട്ട് ആവുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ എന്താ പറയുന്നത് മുൻകോപമുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ഹാഷായിട്ട് ചിലപ്പോൾ അവർ തിരിച്ച് പെരുമാറി എന്ന് പറയാം. അതായത് അവരുടെ ഈഗോ ഹേർട്ടാവുന്ന രീതിയിൽ ഒരു പെരുമാറ്റവും മറ്റുള്ളവരിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അവർക്കതിന് താല്പര്യവും ഇല്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ചധികം കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ട് പെരുമാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഈക്വൽ ആയിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഇവർ കുറച്ചും കൂടി എനിക്കെല്ലാം അറിയാം, എന്നെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ എന്നുള്ളൊരു രീതിയിൽ ഭരിക്കാൻ വരിക എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു രീതിയിൽ പെരുമാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ കറൻലി നമ്മൾ നോക്കുമ്പോൾ ഇവർക്കിപ്പോൾ ഇവരുടെ ഒരു നിലവിലുള്ളൊരു അവസ്ഥയിൽ ഈ പറഞ്ഞ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെ ചെന്ന് കഴിഞ്ഞാലും അവരുടെ അണ്ടറിൽ കുറച്ച് ആൾക്കാർ വേണം, അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറയുന്ന ഒരു നേതൃസ്ഥാനം എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. അപ്പോൾ ഇവരുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയാണ് ഇവരുള്ളതെങ്കിലും ഇതുപോലെയുള്ള വ്യക്തികളൊന്നും അവരുടെ കീഴിലില്ല. അതുമാത്രമല്ല, അവരെ ഡൊമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ എന്താണോ അതുപോലെ തന്നെ ഇവരെ കൺട്രോൾ ചെയ്യാൻ വരുന്ന, ഇവർക്ക് അത്രയും ഫ്രീഡം കൊടുക്കാത്തൊരു പേഴ്സണുമായിട്ടാണ് അവർക്കിപ്പോൾ സഹകരിച്ച് പോകേണ്ടി വരുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തികളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ മൊത്തത്തിലൊരു കൺട്രോളിംഗ് ഉള്ള, അല്ലെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതേ ക്യാരക്ടറുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടിയൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് ഉള്ളതെങ്കിൽ എപ്പോഴും നമുക്ക് ഊഹിക്കാം അവിടെ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക എന്നുള്ളത്.
അത് മാത്രമല്ല ഇങ്ങനെയുള്ളവർക്ക് ആരും അവരെ കൺട്രോൾ ചെയ്യാൻ വരുന്നതോ അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീഡം ഇല്ലാതെ ഒരു ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നതോ താല്പര്യമുള്ള ആൾക്കാരല്ല. അപ്പോൾ നിങ്ങളിൽ നിന്ന് അവർ പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അത് സാഹചര്യവശാലാണെന്നുണ്ടെങ്കിലും മനഃപൂർവ്വമാണെന്നുണ്ടെങ്കിലും, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു റിലേഷൻഷിപ്പിലേക്ക് 2 റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവരവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു അക്കരെ പച്ച കണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഈ പറഞ്ഞ പച്ചപ്പൊന്നുമില്ല, അതൊരു മരുഭൂമിയായിരുന്നു, അതിലും എത്രയോ ബെറ്റർ ആയിരുന്നു നിങ്ങൾ എന്നുള്ളൊരു കാര്യം റിയലൈസ് ചെയ്യുന്നുണ്ട് ആ ഒരു പേഴ്സൺ. കാരണം അവർക്ക് അവിടെ ടോളറേറ്റ് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഒരു മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുള്ള സിറ്റുവേഷനിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഒരു എന്താ പറയുന്ന ഒരു ഡിഫെൻസീവ് എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിൽ എതിർത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ആരുടെ കൂടെയാണോ അവരിപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണോ ആ ഒരു പേഴ്സൺ ഉള്ളതെങ്കിലും, അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയോ ആരുടെ ഒപ്പമാണ് ഉള്ളതെങ്കിലും ആ ഒരു പേഴ്സണോടൊപ്പം നല്ല സ്വരച്ചേർച്ചയിലായിരിക്കില്ല ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കൂടുതലായിട്ട് അടുപ്പിക്കാതെ അവർ മാറ്റി നിർത്തുന്നുണ്ട്. കൂടുതലായിട്ട് ഇവരിലേക്ക് വരാനായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാത്ത രീതിയിൽ അവർ അകറ്റി നിർത്താനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് അവർ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ എന്നുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചിന്തിച്ചില്ല. അവർ അവരുടെ കാര്യം മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളൊരു എനർജിയിൽ അവർ കൂടുതലും നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷൻസ് നിങ്ങളോടുള്ളതായിട്ട് കാണാം. ഒരു പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രയും വേസ്റ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ 2 സംഭവങ്ങൾ വെക്കുന്നു, അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നു. പക്ഷേ തിരഞ്ഞെടുത്തപ്പോഴാണ് മനസ്സിലായത് അവിടെ ചെന്നത് കരിക്കട്ടയായിപ്പോയിരുന്നു. അപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ളൊരു റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൈവിട്ട് കളഞ്ഞത് മോശമായല്ലോ എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കാറുണ്ട്. ആ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷൻസ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് കാണിച്ചത് ശരിയായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ, ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരാതെയാണ് പോയത് എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനോടൊപ്പം തന്നെ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഭയങ്കര വലിയ രീതിയിലൊന്നും ആവണമെന്നില്ല, പക്ഷേ വിട്ടുമാറാത്ത തലവേദന, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ശരീരവേദന എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മളിലേക്ക് വരുന്ന അസുഖങ്ങളായിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുമാത്രമല്ല നിങ്ങളിൽ നിന്ന് മാറിപ്പോയതിന് ശേഷം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അങ്ങനെ വലിയൊരു ലക്ക് ഫാക്ടർ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ളത് മുഴുവൻ നഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ വന്നിട്ടുള്ളത് മുഴുവൻ കഷ്ടകാലങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ നിങ്ങളെ വിട്ട് മറ്റൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണീരോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഒന്നും കാണാതെ പോയിട്ടുള്ളത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്കാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടിയും ഈ ഒരു നിങ്ങളുടെ കണക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ ആയിക്കോട്ടെ, അതിനകത്ത് ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കതിൻ്റെ ഒരു ബേസ് ലൈൻ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിൽ കൂടിയും പല കാര്യങ്ങളും ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് ഇതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയൊരവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുന്നതും നിങ്ങളുടെ വാല്യൂ ആ ഒരു വ്യക്തി തിരിച്ചറിയണമെന്നായിരിക്കും. അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അവരോട് അത്രയധികം കടുത്തൊരു വൈരാഗ്യം ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ അങ്ങനെയുള്ളവരും ഈ ഒരു റീഡിങ് കേൾക്കുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങൾ ഉപേക്ഷിച്ച് പോയതിന് ശേഷം അവരിപ്പോൾ സന്തോഷത്തോടെയാണോ അല്ലെങ്കിൽ വിഷമത്തിലാണോ കഴിയുന്നത് എന്നറിയുന്നതിന് വേണ്ടി മാത്രം കാണുന്നവരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു വാല്യൂ അവർ തിരിച്ചറിയണം എന്ന് ആഗ്രഹിക്കുന്നവരും, അതുപോലെ തന്നെ നിങ്ങളോട് അവരെന്താണോ കാണിച്ചത് അതുപോലെയുള്ളൊരു വേദന അവരുടെ ലൈഫിൽ അവരും അനുഭവിക്കണം എന്ന് വിചാരിക്കുന്നവരും ഇതിനകത്ത് ഉണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ രീതിയിൽ ചിന്തിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന സഫലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളുടെ വാല്യൂ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്, ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളോട് കാണിച്ചത് ജസ്റ്റിസ് ആയിരുന്നില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്കിവിടെ കാണാം. ആ ഒരു സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം എനർജീസൊക്കെ നമുക്ക് കാണാം. ആ ഒരു രീതിയിലൊക്കെ എൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട്ണർ അവർ തന്നെയായിരുന്നു എന്ന് ചിന്തിക്കുന്നൊരു എനർജിയാണത്. അതെല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അനുഭവിച്ച അത്രയും ഒരു പെയിനിലേക്ക് ഈ ഒരു പേഴ്സൺ ഇതുവരെ കടന്നിട്ടുണ്ടാവില്ല. ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളും എല്ലാം ഇവർക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയിലേക്ക് എത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ഇതുവരെ
എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പടികൾ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യത്തെ രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ അവർ തിരിച്ചറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആരെയും വിശ്വാസം ഉണ്ടാവില്ല. അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് അവർ വിശ്വാസത്തിലെടുത്ത കുറച്ച് ആൾക്കാരൊക്കെ കണ്ടേക്കാം. ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഇറങ്ങിപ്പോയിട്ടുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം. അങ്ങനെ പലരും ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ നമ്മൾ അവനവനെ തന്നെ വിശ്വസിക്കുന്ന രീതിയിലുള്ളൊരു എനർജിയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരെയും അവർക്ക് ട്രസ്റ്റ് ഇല്ല, ആരെയും വിശ്വസിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവത്തിലൂടെ അവർ കടന്നു വന്നത് കൊണ്ടായിരിക്കും ആ ഒരു രീതിയിലൊരു ഒറ്റപ്പെട്ട എനർജിയിലാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവരുടെ ഒരു ഈഗോ ഹേർട്ടാവുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സൺ ഇതൊന്നും തുറന്ന് സമ്മതിച്ചെന്ന് വരില്ല. ഇവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും കംപ്ലീറ്റ്ലി ഇവർക്ക് പറ്റിയത് തെറ്റാണെന്നോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞ് നിങ്ങളോട് ക്ഷമ പറയണമെന്നൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇവർക്ക് ഉണ്ടായിട്ടുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളോ ഒന്നും ആരോടും ഷെയർ ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നതിനോട് അവർക്കൊട്ടും അഭിപ്രായം ഉണ്ടാവില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടേതായിട്ടുള്ള വാല്യൂ കുറഞ്ഞു പോകുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് ചെയ്തത് അവർ ഒരു ജസ്റ്റിസ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ നിങ്ങളോടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയുന്ന മറ്റേതെങ്കിലും വ്യക്തികളാണ് ഇപ്പോൾ ഇവർക്ക് അത്രയും ഒരു നല്ല ടൈമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചത് ഭയങ്കരമായിട്ടുള്ളൊരു നാണക്കേടാണ്. സോ ഇവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും ആരോടും പറയാനായിട്ട് ആ ഒരു വ്യക്തി ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ മുൻപിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുൻപിലോ ഒക്കെ ഇവർ വളരെ ഓക്കെ ആയിട്ടിരിക്കുന്നു. ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയൊന്നുമല്ല, വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോരുകയാണെന്നൊക്കെ കാണിക്കാനായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം. കാരണം ആൾക്കാർ ഇവരെ ബ്ലെയിം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവരെടുത്ത ഡിസിഷൻ തെറ്റായിപ്പോയെന്ന് വിചാരിക്കുന്നതൊന്നും അവർക്ക് സഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ നിങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് പോലും വെറും കൈയോടെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ലൈഫിലെ എല്ലാ മേഖലയിലും ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ്. അതിപ്പോൾ അവരുടെ ഒരു കരിയർ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബം ആയിക്കോട്ടെ, എല്ലായിടത്തും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു പേഴ്സൺ നേരിടുന്നുണ്ടാവാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കഷ്ടകാലം പിടിച്ചൊരു സമയം തന്നെയാണ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻസും ആ ഒരു പേഴ്സൺ ഉണ്ട്. സോ അവർ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ പോലും അവരാഗ്രഹിക്കുന്നത് ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് കൈയും വീശി വരുന്ന ഒരു എനർജിയിലല്ല, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയേ, ഞാൻ ആകെ കഷ്ടത്തിലാണേ എന്ന് പറഞ്ഞു വരാനായിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. പകരം എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സോടുകൂടി നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മുൻപിൽ പോലും എല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്നു നിൽക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു മനസ്സ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, മണി മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ആ ഒരു എല്ലാ രീതിയിലുള്ള ഒരു സമ്പൽ സമൃദ്ധി അവർക്ക് ഉണ്ടാവണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതെല്ലാം അച്ചീവ് ചെയ്ത് നേടിയെടുക്കണം, എന്നിട്ട് അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർ വീണ്ടും വരുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിൽ യാതൊരു ഉറപ്പും ഈ ഒരു വ്യക്തിക്കില്ല. കാരണം അതുപോലെയുള്ള പരിപാടിയാണ് അവർ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഒരു ഇന്നർ മൈൻഡിൽ അറിയാം കാണിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചത് ഇൻജസ്റ്റിസ് ആണെന്നൊക്കെ അറിയാമെങ്കിൽ പോലും അതിൻ്റെ പേരിൽ ഇവർ നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളവരോട് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് യാതൊരു വാല്യൂ കൽപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് സഹിക്കാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പഴയ പ്രതാപവും പൊസിഷനും ഒന്നും കളയാതെ നല്ല രീതിയിൽ തന്നെ അവർക്കൊന്നും നഷ്ടപ്പെടാത്ത പോലെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ കൂടിയും അവർക്കതൊരു ഷെയ്മിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ട് മാത്രം ഇനി നിങ്ങളിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നോ പറയാത്തൊരു സാഹചര്യത്തിൽ വന്നാൽ മതി എന്നുള്ളൊരു തോട്ടിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം ഒരു റോൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അതേപടി അംഗീകരിച്ച് തരാനായിട്ട് ഈ പറഞ്ഞ ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ സാധിക്കുകയുമില്ല. അതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് വന്ന് നിൽക്കാനും ആഗ്രഹിക്കുന്നില്ല. അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാൽ അവർക്കതൊരു നാണക്കേടാണ്. സോ
കുറച്ചൊന്ന് സ്റ്റേബിളായിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് എന്നെ തേടി വന്നതാണോ എന്നുള്ളൊരു ചോദ്യം പോലും കേൾക്കാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന് സ്റ്റേബിളായിട്ട് വേണം നിങ്ങളിലേക്ക് വരാൻ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഇവർ വന്ന് പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊന്നും അവരൊട്ടും ഹാപ്പി അല്ല. മാത്രമല്ല അവിടെ പലപ്പോഴും വഴക്കുകൾ നടക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് അവരൊരു ബൗണ്ടറി വെച്ചിട്ട് തന്നെയാണ് പെരുമാറുന്നത്. കൂടുതലായിട്ട് അവരിലേക്ക് അടുക്കാനായിട്ട് അവർ സമ്മതിക്കുന്നുമില്ല. അപ്പോൾ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വാശിയുള്ളൊരു വ്യക്തിയാണ്. എവിടെയും തോറ്റു കൊടുക്കാനായിട്ട് ഒരു മനസ്സില്ലാത്തൊരു പേഴ്സണാണ്. അതായത് ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൻ്റെ പേരിലൊന്ന് വിട്ടുവീഴ്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് മറ്റുള്ളവരോടൊന്ന് അപ്പോളജൈസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എന്തോ വലിയ മാനം ഇടിഞ്ഞു വീണു എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചത് കൊല്ലുന്നതിന് തുല്യമാണ്. അങ്ങനെയൊക്കെ ഒന്ന് താഴ്ന്നു കൊടുത്ത് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെന്തോ വളരെ ചെറുതായി പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും നിങ്ങളെ മനസ്സിലായിട്ടും, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രയും മോശമായിട്ടും അവർ നിങ്ങളിലേക്ക് വരാതിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അവർക്കെല്ലാം അച്ചീവ് ചെയ്യണം. അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നേടി എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിലായാലും എല്ലാവരുടെ മുൻപിലാണെന്നുണ്ടെങ്കിലും ഒരു റെസ്പെക്റ്റ് കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, പണമുള്ളവൻ രാജാവ് എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ ചിന്തിക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് തലയുയർത്തി തന്നെ നിങ്ങളുടെ മുൻപിൽ നിൽക്കണം എന്നുള്ളൊരു രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രെങ്തനിങ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് സംഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനിടയിലൂടെ അവർക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തരത്തിലാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഇവർക്ക് അധികം നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു വീല് പോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ അവരുടെ ഒരു തിങ്കിങ് അങ്ങനെയാണ്, അവരുടെ ഒരു തോട്ട് പോയിരിക്കുന്ന ഈ ഒരു രീതിയിലാണെങ്കിൽ കൂടിയും ചിലപ്പോൾ പല സാഹചര്യങ്ങളും വരുമ്പോൾ മനുഷ്യൻ വീണ്ടും മാറി പറഞ്ഞു പോകും. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ ഇതൊന്നും അച്ചീവ് ചെയ്യാതെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ മുൻപിലേക്ക് വരേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിലേക്ക് ആൾ വരും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ലല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, ഇവരിപ്പോൾ ചിന്തിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അവരെന്തൊക്കെയോ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഇനി വന്ന് നിന്ന് കഴിഞ്ഞാലും ഒരു നാണക്കേടില്ലാത്ത രീതിയിൽ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങനെയൊന്നും അവർക്ക് ഫുൾഫില്ല് ചെയ്യാൻ പറ്റാതെ തന്നെ അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈ പറയുന്ന ഈഗോ ഒന്നും വർക്ക് ആവാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു തരത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവും, അല്ലെങ്കിൽ ആരുടെയൊക്കെ എനർജീസ് ആണ് ഇത് എന്നുള്ളത് നമുക്കൊരു പിടിയില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടാൽ അറിയാമായിരിക്കും. പിന്നെ എല്ലാവരുടെയും ഒരു പാർട്ട്നേഴ്സ് ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളവരായിരിക്കണം എന്നില്ല, പറഞ്ഞു നിർത്തിയിട്ട് പോയിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിൽ പോകുന്നവരുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ കണ്ണീരിന് ഈ ഒരു പേഴ്സൺ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അവർക്കത് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരത് പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ ഒരുപാട് അവർ ഉള്ളിൽ സഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച പെയിനിലേക്കൊന്നും ഈ ഒരു പേഴ്സൺ എത്തിയിട്ടില്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പക്ഷേ എങ്കിലും ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കരമാണ്. ചിലവർക്ക് നമുക്ക് അറിയില്ലേ, അതായത് ഒരു ഇഞ്ചക്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഭവമാണെന്ന് കാണുന്ന ആൾക്കാരുണ്ട്, വളരെ കൂളായിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് പോകുന്നവരുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ അനുഭവിക്കുന്നത് ഒരു ഭീകര പ്രശ്നമായിട്ടാണ് അവർക്കത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു മനോവിഷമം, അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചതിനുള്ള ഒരു കർമ്മ പീരീഡിലൂടെയാണ്, അല്ലെങ്കിൽ ആ ഒരു കർമ്മ അവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്കിത് കണക്കാക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ രണ്ട് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുക എന്നുള്ളൊരു സംഭവം അതിപ്പോൾ ഓൾറെഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ വേദന, അല്ലെങ്കിൽ അതേ പെയിൻ ഈ ഒരു പേഴ്സൺ അനുഭവിക്കണമെന്ന് വിചാരിച്ചിട്ടൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ഇവർ അനുഭവിക്കും. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇവരുടെ പ്ലാനും പദ്ധതിയൊക്കെ നടപ്പാക്കി, അല്ലെങ്കിൽ എല്ലാം അച്ചീവ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരണം എന്നുള്ള എനർജിയൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഇതെല്ലാം അവരുടെ കണക്കുകൂട്ടൽ പോലെ നടത്താൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളിലേക്ക് കോൺടാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരും എന്നുള്ള എനർജി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. സോ ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ പേഴ്സണെ റിസീവ് ചെയ്യാനായിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാം. അല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ മാത്രം വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും
ഇപ്പോൾ ചീറ്റ് ചെയ്ത് പോയതാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു എനർജി ക്ലെയിം ചെയ്യാം. അവർ നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.